ബിഗ് ബോസ് മലയാളം സീസൺ 7 വെറുതെ ഒരു ക്യാപ്റ്റൻസി കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ ആര്യൻ. ഗംഭീര ഒരു ടാസ്ക് അല്പസമയം മുമ്പ് ബിഗ് ബോസ് കൊടുത്തു. വിജയിക്കുന്ന ടാസ്ക് അശ്രദ്ധയുടെ പേരിൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ടിരിക്കുകയാണ് ആര്യൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അല്പസമയം മുമ്പ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റൻസി ടാസ്ക്. നമ്മൾ മൂന്ന് വൈറ്റ് ബോർഡുകളും വൈറ്റ് ബോർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബോക്സിൽ നിറച്ച് ലെറ്റേഴ്സും വെച്ചിട്ടുണ്ട്. ബോർഡിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് ബിഗ് ബോസിൻ്റെ ബസർ കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഈ ബോക്സിൽ നിന്നും ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് ബോർഡിൽ കൊണ്ടുപോയി വെക്കുക. ഈ എൻ ലാസ്റ്റ് ക്യാപ്റ്റൻ്റെ എൻ എന്ന് പറഞ്ഞ ലെറ്റർ കിടക്കുന്നത് പെഡസ്റ്റലിലാണ്. അവസാനം ഈ എൻ കൊണ്ടുപോയി വെക്കുക. ആരാണോ ആദ്യം ഈ ക്യാപ്റ്റൻ എന്ന പേര് ഫില്ല് ചെയ്യുന്നത് അവരായിരിക്കും ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ, അതായത് 9ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ. 9ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്താ കിട്ടുന്നത്? എവിക്ഷൻ ഫ്രീ ആണ്, ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ മത്സരിക്കുന്നത്, അല്ലാണ്ട് ക്യാപ്റ്റൻസിൽ ഭരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ടാസ്ക്. ബിന്നിക്കായിരുന്നു കുറച്ച് ഡിസ്റ്റൻസ് കുറവുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് അക്ബറിന് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഓടിയെടുത്ത് രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ടാസ്ക് ശ്രദ്ധാപൂർവ്വം അല്ല ആര്യൻ കേട്ടിരിക്കുന്നത്. എന്തോ ഒരു പ്രശ്നം ആര്യനോട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആര്യൻ, അല്ലെങ്കിൽ ആര്യനായിരുന്നു ക്യാപ്റ്റൻസിക്ക് വിന്നർ ആവേണ്ടിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാസ്ക് ആദ്യം തന്നെ ഫിനിഷ് ചെയ്തത് ആര്യനാണ്. ചുറ്റുള്ള കുടുംബങ്ങൾ ആരും പറഞ്ഞു കൊടുത്തില്ല. ആര്യൻ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വെച്ച് നിന്നു. ബോർഡിൽ ഫിക്സ് ചെയ്തു. ലാസ്റ്റ് എന്നെ ഉണ്ടല്ലോ, ആര്യൻ്റെയാണ് ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കാണ്. പക്ഷെ ആര്യൻ തിരിച്ചു വന്നിട്ട് എന്നെ തപ്പിക്കൊണ്ടിരിക്കുക. ആരും ശ്രദ്ധിച്ചില്ല ഈ എന്നുള്ളത് പെഡസ്റ്റലിലാണെന്ന്. ഈ പെഡസ്റ്റലിലുള്ള എന്നെ എടുത്തിട്ട് കൊണ്ടുപോയി വെച്ചെങ്കിൽ ഒരു 2-3 സെക്കൻഡ് മുമ്പ് വിന്നർ ആവേണ്ടത് ഈ പറയുന്ന ആര്യനായിരുന്നു. പക്ഷെ ബിന്നിയും മിണ്ടിയില്ല, ചുറ്റുള്ള കുടുംബങ്ങളും മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. എല്ലാവരുടെയും ആഗ്രഹം ബിന്നി ക്യാപ്റ്റനായിട്ട് വരണം എന്നായിരുന്നു. അതുകൊണ്ട് ആരും മിണ്ടിയില്ല. ബിന്നി വേഗം ബുദ്ധിപൂർവ്വം കളിച്ച് ബിന്നിതാ അവസാനം പെഡസ്റ്റലിൽ പോയി എന്നെടുത്ത്. അപ്പോഴാണ് ആര്യന് കത്തുന്നത്, അയ്യോ എന്നെ അവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന്. ബിഗ് ബോസ് തരുന്ന ടാസ്ക് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന വീക്ക്ലി ടാസ്ക് ആണെങ്കിലും കുളമാകുന്നത്. എന്തിനു പറയണം, സ്പോൺസർ ടാസ്ക് വരെ കുളമാക്കുന്നു. ഇതൊക്കെ കുളമാവുന്നത് അല്ലെ ഈ ടാസ്ക് കറക്റ്റായിട്ട് കേൾക്കാത്തതിൻ്റെ പേരിലാണ്. കറക്റ്റായിട്ട് ടാസ്ക് കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ എന്നെ പെഡസ്റ്റലിൽ അവിടെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ആ എന്നെ കൊണ്ട് വെച്ചാൽ പോരെ. ഇതൊരു എക്സാമ്പിൾ. ഇതുപോലെ എത്രയോ ടാസ്കുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ് ആര്യൻ. അങ്ങനെ 9ാം ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നു ബിന്നി. ഒരുപാട് ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ക്യാപ്റ്റനാവാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ട് ബിന്നി ക്യാപ്റ്റനായി തുള്ളിച്ചാടിക്കൊണ്ട് ബിന്നി എത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഇത് അക്ബറാണ് ആദ്യം ഓടി എത്തുന്നതെന്നുണ്ടെങ്കിൽ അക്ബർ ക്യാപ്റ്റൻ ആവില്ലായിരുന്നു കേട്ടോ. കാരണം അക്ബർ സിക്ക് പകരം ഇ ആണ് വെച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ സി അല്ലേ സ്റ്റാർട്ടിങ്, പക്ഷേ ഇ ആണ് കൊണ്ട് വെച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ശ്രദ്ധയില്ല എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക് എല്ലാം. ഇത് മാത്രമല്ല, ഏത് ടാസ്കും കുളമാകുന്നതിൻ്റെ മെയിൻ റീസൺ ശ്രദ്ധയില്ലായ്മയാണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ടാസ്ക് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ 9ാം ആഴ്ചയിലെ ക്യാപ്റ്റനായി ബിന്നി എത്തിയിരിക്കുന്നു. ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവും? കിച്ചൺ ക്യാപ്റ്റൻ ആയപ്പോൾ ഉള്ള സംഭവം നമ്മൾ രാവിലെ കണ്ടതാണല്ലോ. അങ്ങനെ വീട്ടിലെ ക്യാപ്റ്റൻ ആയാലും എങ്ങനെ ഇരിക്കും, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.